പൊട്ടാൻ റെഡി അല്ലേ? ചെറിയൊരു കണക്ക് വിട്ടുണ്ട്. അന്ന് നിങ്ങളെ ഗ്രൗണ്ടിൽ പോലും ഞങ്ങളെ ആൾക്കാരുണ്ട് മഞ്ഞക്കുപ്പായിട്ട് നിറഞ്ഞിട്ടെന്തായി കരയിപ്പിച്ചു വിട്ടു. രീതി അതാണ്. അതാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ കളി കണ്ട് വല്ലാതെ പറയാം. നിങ്ങളെ ഇവിടെ എല്ലാരോടും തോൽക്കുന്ന ഒരു ടീമായിരുന്നു, അത് RCB. ഓര് നിങ്ങളെ തോൽപ്പിച്ചിട്ടല്ലേ പറഞ്ഞത്. ഇപ്പൊ ആദ്യത്തെ കളി ഞങ്ങൾ തോൽപ്പിച്ചിട്ടില്ലേ? അത്രേ ഉള്ളൂ. കഴിഞ്ഞ കളി നിങ്ങൾക്ക് ഇനി വോയിസ് ഇല്ല. RCB-നോട് തോറ്റ ടീമിന് വോയിസ് ഇല്ല. അപ്പൊ ഞങ്ങളോട് തോറ്റ നിങ്ങൾ എന്താ പറയാ? ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ടാണ് തോറ്റത്. നിങ്ങൾ RCB-നോട് സ്വന്തം നാട്ടിൽ തോറ്റുകാട്ടാണ് ഈ വർത്താനം പറഞ്ഞത്. ചെപ്പോക്കില് ഞങ്ങളെ കോട്ടെ ചെപ്പോക്കില് കഴിഞ്ഞാൽ നിങ്ങൾ ആ LSG-നോട് LSG-നോടല്ലേ തോറ്റത്? നിങ്ങളോടല്ലോ. നിങ്ങളൊന്ന് തീരുമാനം. LSG-നോട് അവസാനത്തെ 2 കളിയിൽ മഞ്ഞ് പെയ്തിട്ട് മഞ്ഞ് പെയ്ത് നിങ്ങൾ കുടുങ്ങി. ഞങ്ങളോട് നിങ്ങൾ തോറ്റിക്കണേ. അപ്പൊ ഇങ്ങക്കാണ് ഇവിടെ തീരെ വോയിസ് ഇല്ല. അതൊക്കെ ഇങ്ങക്ക് RCB-നോട് തോറ്റാ പിന്നെ വർത്താനില്ല. എന്നിട്ടോ ഞങ്ങൾ RCB തോറ്റിട്ടില്ല. SRH-നോടാണ് നിങ്ങൾ അത് പ്രശ്നമില്ലാന്ന്. അത് കൂട്ടും, അതിന് തീരുമാനാക്കും. അതിന് തീരുമാനാവും. നമ്മള് തമ്മില് ഏറ്റുമുട്ടിയ ആദ്യത്തെ കളി നിങ്ങൾ ഇങ്ങനെ കാറ്റടിച്ച് വെച്ചൊരു ബലൂണായിരുന്നു. അതിപ്പോ പൊട്ടി. ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ മാത്രമേ നിങ്ങളെ പരിപാടി നടക്കുള്ളൂ. നിങ്ങൾക്ക് രണ്ടാമത് ബാറ്റിംഗ് ആണ് കെജൂലാന്ന് തോന്നുന്നു. ഒരു ദിവസം ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഓഫ് ഡേ ഉണ്ടാകും. അതിപ്പോ RCB-നായിട്ടുള്ള ആദ്യമായിട്ട് തോൽക്കൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് നിങ്ങൾ ഇവരോട് കേൾക്കാനോടൊക്കെ തോറ്റിട്ടല്ലോ വന്നിരുന്നത്. നിങ്ങളിപ്പോ 250, 260, 250 രണ്ടാമത് ബാറ്റ് ചെയ്താണ് തോറ്റ്. ഇതൊക്കെ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ നടക്കുള്ളൂ. രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ തോൽക്കാണ്. അതൊന്നും അല്ല. ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാര് മികച്ച ഫോമിലാണ്. നിങ്ങൾ കണക്കാക്കണ്ട. അഭിഷേക് ശർമ്മ ക്ലാസ്സിന് ജഡേജന്റെ കാര്യമൊന്നും പറയണ്ട. ഇവിടെ മൂപ്പരെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മൂപ്പരെ കൊണ്ട് ബാറ്റ് കൊണ്ട് ഉപകാരം ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ കളിയിലൊക്കെ തൊയഞ്ഞിക്കാണ്. നിങ്ങള് ഫുള്ള് വള്ളം കളി ടീമാണ്. നിങ്ങള് രഹാന്, ഡാരി മിച്ചല്, പിന്നെ മറ്റേ ചങ്ങായി ഈ ജഡേജ ഫുള്ള് തൊയച്ചിലാണ്. മാത്രല്ല തല അടിച്ചു. ലാസ്റ്റ് ഓവർ ഇറങ്ങുന്ന ആളല്ലേ? ലാസ്റ്റ് ഓവർ എല്ലാ കളി ലാസ്റ്റ് ഓവർ ഒന്നുമല്ലോ. അതിന്റെ കളിയിലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾക്ക് പേടില്ല. മൂപ്പര് അടിച്ചാലും വരും അടിച്ചു. മൂപ്പര് അടിച്ചാലും ഇല്ലെങ്കിലൊക്കെ കണക്കാ. കാരണം എന്തായാലും ടീം തോൽക്കും. അത് മൂപ്പർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് മൂപ്പര് വിളിച്ചും ഭാഗത്തൊക്കെ അവിടെ നിന്നാണ് ലാസ്റ്റ് ഓവർ ഒന്നാണ് അടിച്ചത്. അല്ല ആദ്യം ഇറങ്ങി അടിച്ചോട്ടെ കജ്ജൂലെന്ന് മൂപ്പർക്ക് അറിയില്ല. നല്ലോ എല്ലാരെയും തച്ച് മടുത്തിട്ടാണ് മൂപ്പര് അങ്ങനെ നിക്കണേ. കുട്ടികളെ കളിച്ചോട്ടെ. ഒരു കുട്ടികളെ അതായത് അതാണ് കുട്ടികള് കളിച്ചു കണ്ട് തോൽവിയാണ്. അപ്പൊ അത് കണ്ടാണ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ക്യാപ്റ്റൻ സ്ഥാനം എല്ലാം രുദ്രാജിന്റെ തലയിൽ വെച്ച് കെട്ടിയത്. ഒരു മനുഷ്യനിപ്പോ എല്ലാ കാലം ക്യാപ്റ്റൻ അയക്കാൻ പറ്റില്ല. മൂപ്പര് പറഞ്ഞിട്ടാണ് ക്യാപ്റ്റൻസിനെ കൊടുക്കുന്നത്. അല്ലാതെ ഇവിടെ വേറെ ചിലവരെ പോലെ ക്യാപ്റ്റൻസി എടുത്തിട്ട് വേറെ കൊടുത്തല്ല. ആ വ്യത്യാസം ഉണ്ട്. അത് മൂപ്പര് എല്ലാവരും അതാണ് ഞാൻ പറഞ്ഞത്. മൂപ്പര് ഒഴിഞ്ഞു. വല്ല തന്ത്രപൂർവ്വം പിന്മാറി ടീമിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടാണ്ട് നിങ്ങളെ കൂടെ കടക്കണം. നിങ്ങൾ തോൽവി കഴിഞ്ഞ 2 കളിയൊക്കെ നിങ്ങൾ തോറ്റ് കാണാൻ കളി ജയിക്കോട് ഞങ്ങൾ 4ാമതെത്തും. ഞങ്ങൾ അത്രേ ഉള്ളൂ. അതിന്റെ മുകളിലുണ്ട്. ഞങ്ങൾ അതിന്റെ മുകളിലുണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ 2 പോയിന്റ്. ഇന്ന് 4ആകും. ഇന്നത്തെ കളി ജയിച്ചതോടുകൂടി ഞങ്ങൾ നിങ്ങളെ മേലക്ക് പോയിന്റിന്റെ കാര്യത്തിലല്ല. ആ കണക്കൊക്കെ കൂടി നോക്കുമ്പോൾ നിങ്ങളെക്കാളും ഞങ്ങളെ പൊട്ടിച്ചാന്നുള്ളത് LSG കഴിഞ്ഞ 2 കളിയായിട്ട് തെളിയിച്ചതാണ്. ഞങ്ങളും ഒരു വട്ടം തെളിയിച്ചതാണ്. 2ാമത്തെ തവണ ഞങ്ങൾ പൊട്ടിച്ചു. അതിലും സംശയം വേണ്ട.